ഏതാന്ന് ഞാൻ ഈ പറഞ്ഞ സ്ഥലമൊന്നല്ലേ? അതിനു മുമ്പ് നമ്മളെങ്ങനെ ഇവിടെ എത്തിയെന്ന് കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് അത് കണ്ടിട്ട് വരാം. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇന്ന് നമുക്കൊരു നൊസ്റ്റു സ്ഥലത്തേക്ക് പോകാം. നൊസ്റ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഭയങ്കര മെമ്മറീസ് ഇല്ലേ അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നല്ല, ബട്ട് ഒരു എൻ്റെ മെമ്മറിയിലത്തെ ഒരു അടിപൊളി സ്ഥലം. അതായത് എൻ്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് അവിടെ എത്തുന്ന വരെയുള്ള ക്ലിപ്സ് ഫസ്റ്റ് കാണാം. അതിന് ശേഷം എന്താണ് മെമ്മറി, എന്തുകൊണ്ടാ മെമ്മറി ആവാൻ കാരണം, അങ്ങനത്തെ കാര്യത്തിൽ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. പണ്ട് നമ്മളിതിൽ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻ ഇതാണ്, എപ്പോഴാ ഇതൊന്ന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പക്ഷേ ആ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ഇപ്പോഴും നമുക്ക് ഭാഗ്യമില്ല. ക്ലൈമറ്റ് എങ്ങനെയാണെന്നറിയോ? ഇപ്പം കണ്ണൂര് വെയിലായിരിക്കും, കണ്ണൂർ കഴിഞ്ഞ് വളവട്ടണം കഴിഞ്ഞ് പാപ്പിൻശ്ശേരി കഴിഞ്ഞ് തളിപ്പറമ്പ് റോഡ് കയറിക്കാനാ മഴ, ഇപ്പുറത്തെ മഴ അപ്പുറത്തെ വെയില്, അങ്ങനെയില്ല. ഞാൻ കാണിച്ചത് ഞങ്ങളെ നാട്ടിലെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താ വെച്ചെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്തിൽ വെയിലാണെങ്കിൽ ഇപ്പുറത്തെ പഞ്ചായത്തിൽ മഴയായിരിക്കും. അതുകൊണ്ട് പണി കിട്ടുന്ന എന്താ, കുട എടുത്ത ദിവസം മഴ ഉണ്ടാവില്ല, നല്ല പൊരും ചൂടായിരിക്കും. അല്ലാത്ത ദിവസവും നല്ല കാറ്റും മഴയായിരിക്കും. ഇനി മഴ പെയ്ത ശേഷമാണെങ്കിലോ അടുത്ത പണിയും കിട്ടും. മഴ വന്നാലില്ലേ ആഫ്റ്റർ എഫക്ട്സ് കാണിച്ചാൽ വണ്ടി നിറച്ച് നോക്കാം. അയ്യോ വണ്ടിയല്ല, സോറി, റോഡ് നിറച്ചും ബ്ലോക്കാണ്. എന്തായാലും ബ്ലോക്കാണ്, നിരങ്ങി എത്തും. അപ്പം ആ മെമ്മറി എന്താ പറയാ, മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ UG പഠിക്കുന്ന സമയം നമ്മള് ബസ്സിനായിരിക്കുമല്ലോ പോവാ. അപ്പൊ ബസ്സിന് STD എല്ലാം കൊടുക്കണ്ടു, അതായത് 2 രൂപ എല്ലാം കൊടുക്കണ്ടു. അപ്പം നമുക്ക് കുറച്ച് ലോങ് ഉണ്ട്, 2 3 5 കൊടുക്കണം. നമ്മള് 2 കൊടുത്തിട്ടില്ല, എല്ലാരും കിട്ടും. നമ്മളെ മേല് 2 അല്ലാണ്ട് ഫുൾ പൈസ കൊടുക്കാനില്ലേ 20 റുപ്പീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും നമ്മളെന്താക്കോ എല്ലാരോടും ചോദിക്കും, ബസ്സിന് പോകാൻ പൈസ ഇല്ല, ഒരു 10 തരോ, ബസ്സിന് പോകാൻ പൈസ ഇല്ല. അതായത് നമ്മൾ രണ്ടാക്കും കൂടി 5 5 10, ബസ്സിന് പോകാൻ പൈസ ഇല്ല, ഒരു 10 തരോ, അല്ലെങ്കിൽ ഒരു 20 തന്നോ, ഫുള്ള് കൊടുക്കാനാന്ന് പാസില്ല, അല്ലെങ്കിൽ മറ്റേ എല്ലാവരോടും ചോദിക്കും. അതായത് എല്ലാവരും വെച്ചാൽ റോട്ടിലില്ല എല്ലാവരോടല്ല, നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനോട് അത് ചോദിക്കും. അങ്ങനെ എല്ലാവരും ഒരു 10 20 തന്നാ നമ്മളൊരു 200 300 ആക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കണം നമ്മൾ എത്ര ആളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഒരു 20 10 വെച്ച് വന്നിട്ട് 300 ആക്കും. അങ്ങനെ ആക്കിച്ച് നമ്മളെന്താക്കും, ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ പോയിട്ട് നല്ല അൽഫാം, ചില സമയത്ത് നല്ല ലേറ്റ് ആവും. അങ്ങനെ നല്ല അൽഫാം, കുബൂസ്, ഒരു ഫ്രഷ് ലൈം, ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഫ്രഷ് ലൈം, അതും കുടിച്ചിട്ട് ബസ്സിന് പോകും. ബസ്സിന് എത്ര കൊടുത്തിട്ട് പോവാ, 2 രൂപ. അപ്പൊ അവര് പാസ് ചോദിക്കും, പാസ് ഉണ്ടാവില്ല. അങ്ങനെ കണ്ടക്ടറുടെ തെറിവിളിയും കേട്ട് മുഖവും താത്തി ഇങ്ങനെ ഇരിക്കും. പക്ഷെ എന്താ, വയറ് ഹാപ്പിയും. അതാ ഞാൻ പറഞ്ഞ പണ്ടത്തെ നൊസ്റ്റും. അങ്ങനെ എത്ര പ്രാവശ്യം ഇങ്ങനെ പറയുന്നറിയോ. പക്ഷെ മനസ്സിലാത്ത കാര്യം എന്താണെന്നറിയോ, എപ്പോഴും ഇങ്ങനെ ബസ്സിന് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാരും പൈസ എടുത്ത് തരും. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം അവര് പിടിക്കൂ. പിറ്റേ ദിവസം അവര് കാണും ബസ് സ്റ്റാൻഡിൽ നിന്ന്. ആ ദിവസം നമ്മള് പോകുമ്പോൾ കാണും, ഞാൻ പോകുന്നത് കാണും. എന്നാലും പിറ്റേ ദിവസം ആദ്യം നമുക്ക് പൈസ തരും. എന്നിട്ട് നമ്മള് വേറെ സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ഒരിക്കേ പോവേ. അങ്ങനെ ഇടയ്ക്ക് തട്ടുകടയിൽ പോയിട്ട് പുട്ട് മിക്സ് കഴിക്കും, ഇടയ്ക്ക് പോയിട്ട് അൽഫാം കഴിക്കും. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട്, അപ്പം പൊള്ളിച്ച, അത് കഴിക്കാൻ പോവും. അല്ലെങ്കിൽ ഷവർമ്മ കഴിക്കാൻ പോവും. ഞാൻ പഠിച്ച സ്ഥലത്ത് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ട്രൈ ചെയ്യലേനു UG പഠിക്കുന്ന ടൈം. പിന്നെ ഒരു ബ്രേക്കായി, UG കഴിഞ്ഞല്ല. പിന്നെ വടകര എത്തിയല്ലോ, ഫുഡേ ഇല്ലാത്ത സ്ഥലത്ത്. പിന്നെ തപ്പി നമ്മള് ഇറങ്ങാൻ നേരത്ത് 2-3 എത്തി. 2-3 സ്ഥലത്ത് നല്ല നല്ല ഫുഡ് സ്പോട്ട് വന്നു. അതാണ് കഥ. അപ്പൊ നമ്മളിപ്പോ എത്തിരാച്ചത്. ഈ റോസ് കളർ ബസ് അറിയോ, ലിമിറ്റഡ് ബസ്. ഈ ബസ്സിനാ എത്ര ആൾക്കാർക്ക് പേടിയുണ്ട്. അങ്ക് പേടിയാം, അങ്ക് ഈ ബസ്സിനെ കാണുവാനാ മാറിയിരിക്കും.
കാരണം ഈ ബസ്സിന് ഒരാളെയും പേടിയില്ലാത്ത പോലെയാ പോവാ. അവരെ റോഡ് പോലെയാ പോവാ. എല്ലാരും അങ്ങോട്ട് വന്നിട്ട് അടിക്കാൻ പോകുന്നവരും. എന്തിനാ ഇവരിങ്ങനെ പോകുന്നത് തിരിയുന്ന? അവർക്ക് ആളാവശ്യമില്ല. ആ ബസ്സിൽ ഒറ്റ ആളുണ്ടല്ലോ, ഒരു സ്റ്റോപ്പിലും നിർത്തുന്നുണ്ടാവില്ല, ഇങ്ങനെ പോകുന്നുണ്ടാവും. ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാണ്ട് പിന്നെ അല്ല പൈസ കിട്ടാണ്ട് പിന്നെ എന്തിനാ ബസ് ഓടുന്നോളി? പിരാന്തല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളെ സ്ഥലത്തെത്തി. പേരക്ക, തളിപ്പറമ്പില്ല പേരക്ക. തളിപ്പറമ്പുകാർക്ക് ഇതെന്തായാലും അറിയും. കാരണം അവിടുത്തെ പെരി പെരി അൽഫാം, ലൈക്ക് പെരി പെരി അൽഫാം എല്ലാ സ്ഥലത്തുണ്ട്. പക്ഷെ ഇവിടുത്തെ പെരി പെരി അൽഫാം ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. സത്യമായിട്ടും ലൈക്ക് എൻ്റെ ടേസ്റ്റ് ബഡ്സ് ആയിരിക്കൂല നിങ്ങളത്, പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ക്ലോസ് വൺസിനും കഴിച്ച ആൾക്കാർക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് വെറും ഫുഡ് കഴിക്കലേ പണിയുള്ളൂ. ബൈ ദ വേ, ഫുഡ് കഴിച്ചാലേ ജീവിക്കാനായി. അത് മാത്രമല്ല, ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. സ്പോട്ട് കണ്ടുപിടിക്കണം, നല്ല ഫുഡ് എന്താന്ന് നോക്കണം, അവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് നോക്കണം. പക്ഷെ അതിലെല്ലാം നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ വന്ന് അൽഫാം, നല്ല പെരി പെരി അൽഫാം. ആൻഡ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരു മിന്റ് ലൈൻ. അതുണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടാവും, റാഹത്ത് ഫുൾ സ്റ്റോവ് കിട്ടും. അത് ഒരു പീസ് എടുത്ത് വായിലിട്ടല്ലേ. ഇതിപ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് ഇങ്ങനെ വെള്ളം എന്ന്. ലിറ്ററലി വെറുതെ പറയുന്നല്ല, വെറുതെ ഹൈപ്പിട്ട് പറയുന്നല്ല. കാരണം അത് കഴിച്ചവർക്ക് അറിയായിരിക്കും, ലൈക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യണം എന്ന് എന്തായാലും ഫീൽ വരും. അങ്ങനത്തെ ഒരു അതാണ് ഈ അൽഫാം എന്ന് പറയുന്നത്. അങ്ങനെ വയറും ഹാപ്പി, മനസ്സും ഹാപ്പി. എന്നിട്ട് നമ്മൾ ആ തണുത്ത ഫ്രഷ് ലൈം, സോറി ഇത്തവണ മാറ്റുണ്ടല്ലേ, ആ തണുത്ത മിന്റ് ലൈം കുടിച്ച് ബോഡി ഫുള്ളായിട്ട് തണുത്ത് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് വെറുതെ അല്ല, കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കാൻ പോയ വ്ളോഗ്. അപ്പൊ അടുത്ത കാണുന്നവരെ അപ്പോൾ ഓക്കെ ബൈ.